കടക്കുന്നതിന് മുമ്പ് ഇന്ന് എനിക്ക് പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങൾ വളരെ ഗൗരവമായി തന്നെ ആദ്യം തന്നെ തുറന്നു പറയാനുണ്ട്. ഉമയിലേക്ക് അവളെ എടുത്തെറിയുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരളത്തില് നിങ്ങൾ ഒരുപാട് പെണ്ണുങ്ങളെ ആക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അവസാനം ചെയ്ത പരിപാടി തീരെ ഇഷ്ടമായില്ല. എടുത്ത് വലിച്ചെറിയാൻ പാടില്ല. മെല്ലെ അവിടെ അവിടെ നൈസായിട്ടൊന്ന് വെച്ചാൽ മതിയായിരുന്നു. അതും കുഴപ്പമില്ല, പക്ഷെ എടുത്ത് എറിയാൻ പാടില്ലായിരുന്നു. ചാനലിൽ അവർ തന്നെ ഇട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ എന്താ ഇതിനൊക്കെ മറുപടി കൊടുക്കുക എന്നാണ് ഒരു എത്തുപിടിയും കിട്ടാത്തത്. ഇങ്ങനെയൊക്കെ മോശമായ രീതിയിൽ പ്രവർത്തകരുടെ കണ്ണ് നോക്കി അറിയാം. അതായത് കണ്ണും അതേപോലെ അവർക്ക് വാർത്ത വായിക്കണമെങ്കിൽ ഒരു സ്ക്രീൻ റീഡർ ഉണ്ടാവും. അതായത് അവരെ വാർത്ത വായിക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു റീഡർ ഉണ്ടാവും. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് അവർ വാർത്ത വായിക്കുക. അതേപോലെ ആ റീഡർ നൈസായിട്ട് ഇങ്ങനെ സ്ലീപ്പ് ചെയ്ത് കൊടുക്കും. ആൾക്കാർ ഭരണകക്ഷിയുടെ ആൾക്കാർ ചിലപ്പോൾ പൂവൻകോഴിയുടെ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ നിന്ന് മുകേഷ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ശശീന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂച്ചയുടെ ശബ്ദം ഉണ്ടാവും. അങ്ങനെയുള്ള ചില ശബ്ദങ്ങളല്ലാതെ മറ്റൊരനിഷ്ടം നല്ല മഴയ്ക്കുള്ളൊരു കോൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് നശിപ്പിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കണത്, നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ പരിഷ്കാരം പിന്നെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നത്തെ വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തിരുവനന്തപുരത്ത് വെച്ചിട്ടൊരു താറ് ഒരു പില്ലറുമ്പോൾ പോയി ഇടിച്ചിട്ട്, അതായത് മത്സരയോട്ടം കൊണ്ട് ആണ് ആ വാഹനം പൂർണ്ണമായിട്ടും തകർന്നതെന്നാണ് പുറത്ത് വന്ന റിപ്പോർട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആ വാഹനം ഓടിച്ച വ്യക്തി തീർച്ചയായിട്ടും മരിക്കണം. കാരണം ഒരു പുതിയൊരു വാഹനം നമ്മൾ വാങ്ങണത്, ഇനിയിപ്പോൾ സെക്കൻഡ് ഹാൻഡ് തന്നെ ആയാലും നമ്മൾ ആഗ്രഹം കൊണ്ടല്ലേ മേടിക്കണത്. അത് അനാവശ്യപരമായിട്ട് റോഡിൽ തെമ്മാടിത്തരം കാട്ടിയിട്ട്, അതായത് മുഴുവൻ ആൾക്കാർ അതിൽ മദ്യലഹരിയിലായിരുന്നു. മത്സരയോട്ടം, അതായത് 3 വാഹനങ്ങൾ വേറുണ്ടായിരുന്നു. അപ്പോൾ ഇവർ മുന്നിലും പിന്നിലും മത്സരിച്ചപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് വണ്ടി ഇടിക്കുകയായി എന്നാണ് പറയണത്. എത്ര മോശം, എത്ര തെമ്മാടിത്തരമായിട്ടുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡ്രൈവിങ്ങിൻ്റെ പരിഷ്കാരം നമ്മുടെ കേരളത്തിൽ തന്നെ ഇതേപോലെ നടക്കുള്ളൂ. തീർച്ചയായിട്ടും കേരളത്തിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം നടത്തും എന്നുള്ള ഒരു എന്താ പറയുക ആൾക്കാരാണ്. ഇപ്പോൾ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ളത്. അത് റോഡാണെങ്കിലോ 45 മീറ്റർ വീതി ഉള്ള വേണമെന്ന് ആവശ്യക്കാർ ഉന്നയിക്കുമ്പോൾ അത്രയും സ്ഥലം വേണ്ട എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ അധികാരികൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു കാറ് സീബ്ര ലൈനിൻ്റെ നിർത്തിയില്ല. അപ്പോൾ അതൊക്കെ വളരെ തെറ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഡ്രൈവിങ്ങിൻ്റെ പരിഷ്കാരം എന്താണ് ഇങ്ങനെ എന്നുള്ളത്. നമുക്ക് അവിടെ ഒരു സീബ്ര ലൈനിൻ്റെ ഇപ്പുറത്തൊരു വെള്ള വരണ്ടാവും ബ്രാക്കറ്റായിട്ട്. ആ ബ്രാക്കറ്റിൻ്റെ ഇപ്പുറത്തേ നമുക്ക് നിർത്താൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും വിദേശത്തൊക്കെ പോയി വന്ന് ഒരു വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാവും തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് അവിടുത്തെ നിയമം കറക്റ്റായിട്ട് അവർ പാലിക്കും. അത് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ അവിടെ പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ ജയിലിൽ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കേരളത്തിലേക്ക് വരാൻ. അപ്പോൾ ഇവിടെ എന്താ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെയാണ്. അത് ഇവിടുത്തെ അധികാരികൾ തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനം എസ്കോർട്ട് പോയ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഒരു സ്കൂട്ടർ യാത്രക്കാരി സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട്
അതും കൂടി ശ്രദ്ധിക്കാൻ കഴിയാത്ത അത്രയും വലിയ സെക്യൂരിറ്റിക്കാരാണ്. അപ്പം പിന്നെ അവർക്ക് തെറ്റി പറ്റി പിന്നെ നമുക്ക് എന്താ തെറ്റി പറ്റില്ല. എന്നോടാ കളി. അപ്പം ഇതൊക്കെയാണ് ഡ്രൈവിങ്ങിൻ്റെ പരിഷ്കാരങ്ങൾ. അത് മാത്രമല്ല, അതൊന്നും ഇനി നമ്മൾ പറയില്ല. അപ്പോൾ നമ്മൾ പറയാൻ പോണത്, നമ്മൾ ന്യൂസ് 18 എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് മലയാളത്തിൽ. അപ്പോൾ അതിൽ ഒരു റിപ്പോർട്ടർ, ചാനൽ പ്രവർത്തക ഒരു നാടകം കൊണ്ടുവന്നു. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര വൈറലായിരുന്നു ഇത്. അതായത് ഇവർ അതായത് പീഡനത്തിന് ഇരയാക്കി എന്ന് പറഞ്ഞ ആ കുട്ടിയെ കാണാൻ പോയി. ഞാൻ അവളെ കണ്ടു. ഇപ്പം നന്ദന സിനിമയിൽ നവ്യ നായർ പറയില്ലേ, ഞാനേ കണ്ടുള്ളൂ പറയില്ലേ, അതേപോലെ കാണാൻ പോയി. കാണാൻ പോയി എന്ന് മാത്രമല്ല, അവള് ഒന്ന് കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ ഈ മീഡിയക്കാരൊക്കെ പോകുമ്പോൾ പിന്നെ അവരെ വീഡിയോ എടുക്കാതെ അവർ വരുമോ? പിന്നെ അത് മാത്രമല്ല കേട്ടോ, ആ പ്രവർത്തകയുടെ കണ്ണ് നോക്കി അറിയാം. അതായത് കണ്ണും അതേപോലെ അവർക്ക് വാർത്ത വായിക്കണമെങ്കിൽ ഒരു സ്ക്രീൻ റീഡർ ഉണ്ടാവും. അതായത് അവരെ വാർത്ത വായിക്കുമ്പോൾ അവരെ മുന്നിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു റീഡർ ഉണ്ടാവും. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് അവർ വാർത്ത വായിക്കുക. അതേപോലെ ആ റീഡർ നൈസായിട്ട് ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് കൊടുക്കും. അതിനനുസരിച്ച് അത് മേലേക്ക് ഇങ്ങനെ സ്ക്രോളായിട്ട് ഇങ്ങനെ മേലേക്ക് കയറിപ്പോവും. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് അവർ വാർത്ത വായിക്കുന്നത്. അപ്പോൾ അവരെ കണ്ണിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ കള്ളത്തരമാണ് പറയണത് എന്നുള്ളത്. കള്ളത്തരം. അപ്പോൾ മൊത്തം ഇപ്പോൾ പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുതെന്ന്. ഇപ്പോൾ അതിൽ ഡോക്ടറോടൊക്കെ നമുക്ക് സത്യം പറയാം, വക്കീലിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അവരടുത്ത് സത്യം പറഞ്ഞാലും അത് പിന്നെ കോടതിയിൽ എത്തുമ്പോൾ നുണ തന്നെയാണ്. നുണയാണ്. അതല്ല ഇപ്പോൾ ഇത്രയും കേസുകൾ ഉണ്ടാവുന്നത്, ഇത്രയും കേസുകൾ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് നുണയാണ് എന്നുള്ളത് അവരുടെ കണ്ണുകൾ നോക്കി അറിയാം. അവരുടെ സംസാരം നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് അനലൈസ് ചെയ്താൽ മതി. അവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് വാർത്തയിലെ വൈരുദ്ധ്യം, വസ്തുത, സത്യമാണോ എന്താണോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ആ വാർത്ത ഒന്നും കൂടി ഇതിൽ ഇടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളെ വിഡ്ഢിയാക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ബുദ്ധിയുള്ളവരുണ്ട്, പൊട്ടന്മാരുമുണ്ട്, രണ്ട് കൂട്ടരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ, ഞാൻ പിന്നെയും പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കാതെ പോകരുത്. അതൊന്ന് മാത്രം സത്യം എടുക്കുക. കാരണം ഈ രാഹുൽ മാങ്കൂട്ടം എത്ര വലിയവനാണ്, അല്ലെങ്കിൽ അയാളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇവർ ഈ വ്യാജ വാർത്തകൾ കൊണ്ടുവരുന്നത്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ മുതലാളി മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീഡിയക്കാരാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം ഭരണം നിർത്തിവെപ്പിച്ചത്. മീഡിയക്കാർ തന്നെയാണ് ഇത്, തീർച്ചയായിട്ടും. സോഷ്യൽ മീഡിയ, അത് കമൻറ്റ്, അതേപോലെ ഓരോ വീഡിയോസ്, അപവാദ പ്രചരണങ്ങളായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ നമുക്കായാലും ആർക്കായാലും ഉണ്ടാവുമല്ലോ, ഒരു മാനസികമായ ഒരു ഡിപ്രഷൻ ഉണ്ടാവുമല്ലോ. അദ്ദേഹം അത് ഒരിക്കൽ നിയമസഭയിൽ പോയിട്ട് പറയുന്നേ ഉണ്ടായി, ആരോ എന്തോ പറഞ്ഞോട്ടെ, എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഞാൻ ചെയ്യുന്നത് സത്യമാണ് എന്നുള്ളത് എനിക്കറിയാം. മുമ്പ് ഇന്ന് എനിക്ക് പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങൾ വളരെ ഗൗരവമായി തന്നെ ആദ്യം തന്നെ തുറന്നു പറയാനുണ്ട്. വേം പറ. ആ പെൺകുട്ടികളിൽ ഒരാളെ ഞാൻ കണ്ടു. ഞാൻ കണ്ട് പ്രണയം നടിച്ച് കടുത്ത ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും എല്ലാ കാലത്തേക്കും നീണ്ടു നിൽക്കുന്ന ട്രോമയിലേക്ക് അവളെ എടുത്തെറിയുകയും. രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ നിങ്ങൾ ഒരുപാട് പെണ്ണുങ്ങളെ ആക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അവസാനം ചെയ്ത പരിപാടി തീരെ ഇഷ്ടമായില്ല. എടുത്ത് വലിച്ചെറിയാൻ പാടില്ല. മെല്ലെ അവിടെ എടുത്ത് അവിടെ നൈസായിട്ടൊന്ന് വെച്ചാൽ മതിയായിരുന്നു.
എന്നാലും കുഴപ്പമില്ല, പക്ഷെ എടുത്തെറിയാൻ പാടില്ലായിരുന്നു. ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസും UDFും ശ്രമിക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെയാണ് ഞാൻ അവളെ നേരിട്ട് കാണാൻ പോയത്. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്തൊരു കാര്യം പറയട്ടെ. നമ്മുടെ കേരളത്തിൽ വേറെയും 2-3 MLA പീഡിപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെ അറിയില്ലേ? മുകേഷ്, ഗണേഷ്, ഇവരൊക്കെ ഈ പീഡിപ്പിച്ച പെൺകുട്ടികളൊക്കെ നിങ്ങൾ ഇതിനു മുന്നേ കാണാൻ പോയിട്ടുണ്ടായിരുന്നോ? അല്ല, അന്നും നിങ്ങൾ ഈ ചാനൽ ഉണ്ടായിരുന്നോ? അല്ല, ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ അത് ചെയ്യണമായിരുന്നു. വളരെ മോശം. ബാക്കി പറ. കരുതിയിരുന്നതിനേക്കാൾ തകർന്ന ഒരാളെയാണ് ഞാൻ കണ്ടത്. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ട് അതെന്തായാലും നോണ. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ടോ ഉറങ്ങിയിട്ടോ നാളുകളായിത്രേ. വേഗം പറ. ഇതൊക്കെ കേൾക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഉറങ്ങിയിട്ടോ ദിവസങ്ങളായിട്ടുണ്ട്. കാണുമ്പോ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന് മാത്രമാണ്. കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന് മാത്രമേ അങ്ങടുത്ത് പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ടാവും. ഒക്കെ വെറുതെ നിങ്ങൾ ഒളിപ്പിച്ച് വെക്കുക. നിങ്ങൾ പിന്നെ ഇന്റർവ്യൂവിനായിട്ട് പോയതല്ല എനിക്ക് മനസ്സിലായി. അതും കൂടി നിങ്ങൾ പറയണം കേട്ടോ. അവൾ എന്നോട് പറഞ്ഞ ഒരേ ഒരു ആവശ്യം, കാണണമെന്ന് തീരുമാനിച്ചതും ചെന്ന് കണ്ടതും മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്കല്ല, ആരോടും സംസാരിക്കാനില്ലാതെ ഒരാൾ ഇരുട്ടിൽ നിന്ന് വിഷമിക്കും പോലെയാണ്. ഇരുട്ടിൽ നിന്നും വിഷമിക്കുന്ന പോലെ. ഇനി പറഞ്ഞു വാക്കൊന്നും മാറിയതേ. എനിക്ക് അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നിയത്, അങ്ങനെ ഒരാളെ കാണണം എന്നത് ഏറ്റവും സ്വാഭാവികമായി തന്നെ ഉള്ളിൽ വന്ന തോന്നലായിരുന്നു. ഇന്റർവ്യൂ എടുക്കലോ അതിനായി നിർബന്ധിക്കലോ ഒന്നും എന്റെ ഉദ്ദേശമായിരുന്നില്ല. അവളെ കേട്ടപ്പോഴും തെളിവുകൾ കണ്ടപ്പോഴും പുറത്തു വന്നതിനേക്കാൾ. അപ്പോൾ ഇനിയും തെളിവുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ആദ്യം വിട്ട തെളിവൊക്കെ എന്ത് തെളിവായിരുന്നു? പിന്നെ ഗർഭചിത്രം പിന്നെ ഒഴിവാക്കണം, എൻ്റെ തന്ത ആരാന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പിന്നെ AI വീഡിയോ നിങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ തെളിവല്ലേ. അപ്പോൾ ഇത് കൂടാതെ വേറെയും തെളിവുണ്ടോ? പക്ഷെ വേറെ ഞാൻ ചോദിക്കട്ടെ, ബാക്കിയുള്ള കുട്ടികളെ കൂടി എന്താണ് പോയി കാണാതിരുന്നത്? അതെൻ്റെ മാത്രം ഒരു ചോദ്യമാണേ. എത്രയോ ഗുരുതരമായ കാര്യങ്ങളാണല്ലോ എന്ന ഞെട്ടലാണ് ഉണ്ടായത്. അശാസ്ത്രീയ ഗർഭഛിദ്രവും തുടർ ആരോഗ്യ പ്രശ്നങ്ങളും അവളെ ശാരീരികമായും ഇപ്പോൾ വല്ലാതെ തകർത്തിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളും സ്ലട്ട് ഷെയ്മിങ്ങും അവളും അറിയുന്നുണ്ട്. അവളെയും കുടുംബത്തെയും അതൊക്കെ കടുത്ത മനോവിഷമത്തിൽ ആക്കുന്നുമുണ്ട്. എല്ലാ വിഷമങ്ങളും തുറന്നു പറഞ്ഞ് ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു. ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ കാര്യം, ഇത്രയ്ക്ക് ക്രൂരമായി ഉപദ്രവിച്ചവരെ അവിടെ തെറ്റി. ഉപദ്രവിച്ചല്ല, ഉപദ്രവിച്ചവരെ അങ്ങനെ പറയണം. അക്ഷരസ്ഫുടത കുറച്ചൊക്കെ വേണം നിങ്ങൾക്ക്, വാർത്താക്കാർക്ക് പ്രത്യേകം കേട്ടോ. മാനേജ് ചെയ്യുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അവരെയൊക്കെ അയാൾ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഈ അവരെയൊക്കെ രാഹുൽ മാങ്കൂട്ടം ഫോൺ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ലെ നിങ്ങൾ അതിൻ്റെ തെളിവ് കാണിക്കണം. പിന്നെ വേറൊരു കാര്യം വേണ്ട, ഈ സ്ക്രീനിൽ നിങ്ങളിങ്ങനെ നീക്കണ ഒരു പരിപാടി ഉണ്ട് സാധനെ, ഇത് വെച്ചിട്ട് അത് നീക്കുമ്പോൾ കറക്റ്റായിട്ട് അക്ഷരങ്ങൾ കിട്ടണം. ഇല്ലെങ്കിൽ എന്താ പറയുക, ആൾക്കാർക്ക് സംശയം തോന്നും. അപ്പോൾ അത് വേറെ പ്രശ്നമാവും. കാരണം ഇതൊക്കെ ശരിക്കും നിങ്ങൾ സത്യസന്ധമായിട്ട് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു കാര്യം കൂടി കേട്ടോ. ബാക്കി മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ കൂടിക്കാഴ്ചയെ കുറിച്ച് ചില കേന്ദ്രങ്ങൾ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ, ഈ വിഷയത്തിൽ പരാതി കൊടുക്കാനും എവിടെ പരാതി കൊടുത്താലും ഒപ്പമുണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയുമാണ് ഞാൻ ചെയ്തത്. ഞങ്ങൾ ന്യൂസ് മലയാളം ടീം ആകെ തന്നെയും ഇതേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യം ഞാൻ കണ്ട പെൺകുട്ടിക്കും അവരുടെ ബന്ധുക്കൾക്കും പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, ആ പെൺകുട്ടിക്ക് ഉപദ്രവകരമായി മാറുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നാണ്. ഈ പെൺകുട്ടികളുടെ ഐഡന്റിറ്റി പുറത്തു വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയുണ്ട്. ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ച ഈ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയാൽ. പിന്നെ വേറെ കാര്യം പറട്ടെ, നിങ്ങൾ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്, അത് ചിരിക്കാൻ പാടില്ല. ചിരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒരാൾക്കും മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മൾ അവൾക്കൊപ്പം തന്നെ നിൽക്കണം. സൂപ്പർ 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 സൂപ്പർ, അടിപൊളി. പക്ഷേ ആർക്കും സംശയം തോന്നിയിട്ടില്ലല്ലോ.
ഇതൊക്കെയാണ് വാർത്താസ്പന്ദനം. ഇപ്പോൾ അവർ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടാൽ മാത്രമല്ല അത് നിങ്ങൾ വിശ്വസിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ ഇത് ശരിക്കും അവർ പോയി കണ്ട് എന്താ പറയുക, അവരെ സമാധാനിപ്പിച്ചിട്ട്, അതായത് ആ പീഡനത്തിനിരയായ ആ കുട്ടി മാത്രം, ബാക്കിയുള്ള കുട്ടികളൊന്നും പോയി കണ്ടിട്ടില്ല. അയ്യോ, ഭയങ്കര കരുതലാട്ടോ നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ ചാനലിലത്തെ ആൾക്കാർക്ക്. അപ്പോൾ ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ റിപ്പോർട്ടർ ചാനലിൽ വേറെ ഒരു മാധ്യമത്തൊന്നും കേട്ടിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിരവധി മാധ്യമങ്ങൾ വരുന്നുണ്ട്, പ്രമുഖരായ നിരവധി മാധ്യമങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പോർട്ടർ എന്നല്ലാതെ വേറൊരു ചാനലിൽ നിന്നും ഇതേപോലത്തെ ഒരാൾ ഫേസ്ബുക്ക് പേജിൽ പങ്കുവയ്ക്കുക അവരുടെ അനുഭവങ്ങളല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ്, നമുക്ക് വളരെ മോശമല്ലേ? അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ടർ തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാനും കഴിയണം. നുണപ്രചരണങ്ങൾ കൊണ്ട് ഞാൻ ഒരാളെയും ഇല്ലാതാക്കിയിട്ടോ വേണ്ടാതാക്കിയിട്ടോ പറയല്ല. കാരണം അതവർ പറയും കൊണ്ട് മാത്രമാണ് നമ്മളത് പറയണത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതിന് മറുപടിയും അതേപോലെ ചാനലിൽ അവർ തന്നെ ഇട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ എന്താ ഇതിനൊക്കെ മറുപടി കൊടുക്കുക എന്നാണ് ഒരു എത്തുപിടിയും കിട്ടാത്തത്. ഇങ്ങനെയൊക്കെ മോശമായ രീതിയിൽ മറ്റുള്ളവരുടെ എത്തിച്ചിട്ട് എന്താണ് കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് ഇതിന് എന്ത് പ്രയോജനമാണ് കിട്ടുക എന്നാണ് ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കാതെ. അപ്പോൾ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ. കാരണം അവിടെ പീഡിപ്പിച്ച 2 MLA-മാർ, അതേപോലെ ബാക്കിയുള്ള ആൾക്കാർ, പിന്നെ ഒന്നും വേണ്ട, ഈ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളൂ. അതിന് തെളിവുണ്ടോ, കേസുണ്ടോ, FIR ഉണ്ടോ? ഒന്നുമില്ല. ഒക്കെ എന്താ പറയുക, ആരോപണങ്ങൾ മാത്രം. അപ്പോൾ നമ്മുടെ നിയമസഭ തല്ലിപ്പൊളിച്ച കുറച്ച് വ്യക്തികളുണ്ട് നമ്മുടെ മന്ത്രിമാരായിട്ട്. അവർക്കെതിരെ എന്തെങ്കിലും ഒരു കേസോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെതിരെ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ? പിന്നെ നമ്മളാദ്യം പറഞ്ഞ പോലെ ഗണേഷ് കുമാർ, അതേപോലെ മുകേഷ്, ഇപ്പോൾ വേറെ അതേപോലെ ശശീന്ദ്രൻ, PK ശശി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവർക്കെതിരെ നിങ്ങളൊന്നും പറയാതെ നിങ്ങൾ ഇപ്പോൾ ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് വളരെ വളരെ മോശമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ മോശം. കാരണം കേരളത്തിലും ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്, ഇഷ്ടംപോലെ പുരുഷന്മാരുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, റീച്ചല്ല കിട്ടുക. അത് നിങ്ങളെപ്പോഴും ചിന്തിക്കണം. അപ്പോൾ നമുക്കിനി വേറൊന്നും പറയാനല്ല.